പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന് തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സുറിയാനി ക്രിസ്ത്യാനികൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നവരും കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെയാണല്ലോ. അവിടെ അതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുമ്പോൾ കർത്താവ് യേശു മിശിഹ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആ വിശുദ്ധ കുർബാന കാസായും പീലാസായും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന അങ്ങയുടെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ആമീൻ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കാൻ പ്രതീക്ഷിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അവിടുത്തെ അദൃശ്യമായ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. ആമീൻ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്ന് എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോർ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിനുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാക. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ ആയുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചു എന്ന വിലയേറിയതായ നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമാകുന്ന തിരുരക്തവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കുറ്റാരോപണത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഊവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കാമ്പറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കേട്ട ഭാഗം മനസ്സിലാക്കുമ്പോൾ കർത്താവ് യേശു മിശിഹ ഇനി വരാനിരിക്കുന്നവനാണെന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് എന്താണ്? ഇത് വിശുദ്ധർക്ക് നൽകുവാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. പിന്നീട് പറയുന്നത് എന്താണ്? വിശുദ്ധർക്ക് നൽകിയിട്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് ഒരുപാട് പട്ടക്കാരും ചില മേൽപ്പട്ടക്കാരും പറയുന്നത് ഇത് കർത്താവിന്റെ രണ്ടാം വരവിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. പക്ഷേ അത് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചു നാളുകൾ കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ശരിയാണോ? പട്ടക്കാരും മേൽപ്പട്ടക്കാരും ചിന്തിക്കുക, കേൾക്കുന്ന അൽമായരും ചിന്തിക്കുക. കാരണം അങ്ങനെ ഒരു സംഭവമേ ഇതിൽ പറയുന്നില്ല. അപ്പൊ തീർച്ചയായും ഇത് ഒരിക്കലും കർത്താവ് യേശു മിശിഹായുടെ രണ്ടാം വരവിനെ സൂചിപ്പിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. തന്നെയുമല്ല, വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ കർത്താവ് യേശു മിശിഹായുടെ ജനനം മുതൽ കർത്താവ് യേശു മിശിഹ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതുവരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ രണ്ടാം വരവിന്റെ ഒരു പ്രശ്നവുമില്ല. കേൾക്കുന്ന അൽമായർ ചിന്തിക്കുക, മനസ്സിലാക്കുക.
ഇനിയും ശരിക്കും പറഞ്ഞാൽ പട്ടക്കാരോ മേൽപ്പട്ടക്കാരോ ഇങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും സുറിയാനി സഭയിൽ കൂടെ പറയാൻ പാടില്ല. അതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓരോരുത്തരും ചിന്തിക്കുക. താങ്ക് യു.